എൻ്റെ പേര് ഹബീബ് റഹ്മാൻ അരീക്കോട്. ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ LCHF ഡയറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഇതിൻ്റെ തുടക്കത്തിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിലുള്ളതാണ് പലർക്കും പല പ്രശ്നങ്ങളും തുടക്കത്തിലുണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലം നമ്മളെ ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാർബോഹൈഡ്രേറ്റിന് പകരം നമ്മൾ കൊഴുപ്പിനെ ഉപയോഗിച്ച് തുടങ്ങുകയാണ് ശരീരം. അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ സമയത്ത് പല ബുദ്ധിമുട്ടുകളും പലർക്കും ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും ക്ഷീണം ഉണ്ടാവും, ഗ്ലൂക്കോസ് കിട്ടാതെ ആകുമ്പോൾ. അതേമാതിരി തലവേദന, ചിലർക്ക് ചില പനി മാതിരി ഉണ്ടാവും, ഫ്ലൂ മാതിരി ഉണ്ടാവും. അതേപോലെ പിന്നെ ഉണ്ടാവുന്നത് ഈ കോൺസ്റ്റിപ്പേഷനാണ്, മലബന്ധം. ഇതൊക്കെ സാധാരണ ഇതിൽ ഉണ്ടാകാവുന്നതാണ്, എല്ലാവർക്കും ഉണ്ടായിക്കോളണമെന്നില്ല. പക്ഷെ ഇതിനൊക്കെ എല്ലാത്തിനും കൂടി ഒരു പരിഹാരമുള്ളത് ധാരാളം വെള്ളം കുടിക്കുക, കുറച്ച് ഉപ്പ് കൂടുതൽ വയ്ക്കുക എന്നില്ല. സാധാരണ ഇതിൽ ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതെ പോകും. പിന്നെ ചിലർക്ക് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കീറ്റോ റാഷ് എന്ന്. ശരീരത്തിൽ ഇങ്ങനെ ചെറിയ ചൊറിമാരിങ്ങനെ കുരുക്കളോ അല്ലെങ്കിൽ ചുവന്ന തടിപ്പൊക്കെ ഉണ്ടാവും. അതിനും കാരണം ഈ ഡയറ്റ് കാരണം നമ്മൾ കീറ്റോൺസുകൾ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യും, ഉൽപ്പാദിപ്പിക്കൂടെ കരളിനകത്ത് നിന്ന്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് മൂത്രത്തിൽ കൂട്ടുകയാണെങ്കിൽ അതേമാതിരി വിയർപ്പ് കൂടെയൊക്കെ പുറത്ത് വരണം. വിയർപ്പ് കൂടെ ഈ കീറ്റോൺസ് അധികം വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിഞ്ഞാൽ ശരീരത്തിൽ അതിൻ്റെ അലർജി ഉണ്ടാക്കും ചിലർക്ക്. അങ്ങനെ ചെറിയ ചൊറിയൊക്കെ ഒരു 10% ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് വളരെ ഈസിയായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമില്ല, സീരിയസ് ഒന്നുമല്ല. കുറച്ച് ദിവസം വിയർപ്പൊന്നും ഇല്ലാതെ പോലെ അധികം വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ വീട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ വിയർപ്പധികം ഉണ്ടാക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുക, കൂടുതൽ അധ്വാനിക്കാതൊക്കെ. അങ്ങനെ കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ അതില്ലാതെ പോകും. ഇനി അതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത കൂടുതൽ നീണ്ടു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ 2-3 ദിവസം ചെറിയ അളവിൽ ഗ്ലൂക്കോസ് കഴിച്ചാൽ 100 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഒരു അര പ്ലേറ്റ് ചോറ് അല്ലെങ്കിൽ 2 വെള്ളപ്പം തന്നാൽ ആ പ്രശ്നം തീരും. അത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഡയറ്റ് ആരംഭിക്കാവുന്നതാണ്. പിന്നെ അത് ഉണ്ടാവില്ല, ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അതേമാതിരി ഇല്ല ചെറിയ പ്രശ്നങ്ങൾ പലർക്കുണ്ട്. മസിൽ ക്രാമ്പ് ഉണ്ടാവാറുണ്ട്, ചിലർക്ക് കാലിൻ്റെ ഒക്കെ മസിൽ വേദന ഉണ്ടാവാറുണ്ട്. സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോഴും വീണ്ടും നമ്മൾ ധാരാളം ഉപ്പൊക്കെ കുറച്ചധികം കഴിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. മാഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ മാക്സ് സെൽഫ് മറ്റേതുണ്ടല്ലോ, എന്തിനു പറയുക, മാഗ്നീഷ്യം സാൾട്ടൊക്കെ ലേശം കഴിച്ചാൽ ആ പ്രശ്നം തീരും. അത്രയൊക്കെ ഉള്ളൂ. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, ഈസി ആയിട്ട് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ. സീരിയസ് ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല LCHF.